ആദ്യമായി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷൈമ, കോഴിക്കോട് സ്വദേശിയാണ്. കഴിഞ്ഞ 13-14 വർഷമായി RCMന്റെ ഒരു ഭാഗമായിട്ട് ജീവിക്കുന്നു. RCMന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ജീവനും രക്തവും ശ്വാസവും എല്ലാം RCM തന്നെ. അങ്ങനെയാണ് ജീവിക്കുന്നത്. ഒരു ഷോപ്പിൽ സ്റ്റാഫായിട്ട് വന്നതാണ്. വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല, വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. കാരണം സ്വപ്നം കാണാൻ പറ്റിയ ഒരു ജീവിത സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് വലിയ സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ ഗ്രേറ്റ് ലീഡറും മെന്ററുമായിട്ടുള്ള സുജിത് സാറിന്റെ അടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കെയറിങ്ങും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനും എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും തന്നിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സാണ് ഈ മുൻനിരയിലിരിക്കുന്ന എല്ലാവരും തന്നെ. എൻ്റെ അപ്ലൈനിൽ നിന്ന് ക്രോസ് ലൈനിൽ നിന്നോ ഒന്നുമില്ല. കോഴിക്കോടിന്റെ എല്ലാ ലീഡേഴ്സും എല്ലാവരെയും ഒരു സഹകരണത്തിന്റെ ഭാഗമാണ് ഈ ഒരു വീട്ടമ്മയായിട്ടുള്ള എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്നോ, ബിൽവാര വിസിറ്റ് എക്സൈറ്റ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ 13 വർഷത്തിന് ശേഷമാണ് ഞാൻ ബിൽവാരയിൽ പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചു, ശരിക്കും പറഞ്ഞ 13 വർഷത്തെ ഒരു തപസ്സായിരുന്നു എനിക്ക് ആ ഒരു പുണ്യഭൂമി സന്ദർശിക്കാൻ കിട്ടിയ ഒരു അവസരം. അപ്പൊ നമുക്ക് യാത്രയാവാല്ലേ? എല്ലാവരും റെഡിയാണോ? റെഡി? ടിക്കറ്റ് എടുക്കാതെ ആരെങ്കിലും ഉണ്ടോ? ട്രെയിനിൽ കയറണ്ടേ? എല്ലാരും എടുത്തുണ്ടോ ടിക്കറ്റ്? അപ്പൊ നമുക്ക് റെഡി ആവാല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഉദയ്പൂരിലേക്ക് പോവാം. ഇതിൽ ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ഓഫറുകൾ, നമുക്ക് എന്തിനാണ് കമ്പനി ഓഫറുകൾ തരുന്നത്? കമ്പനിക്ക് രക്ഷപ്പെടാനാണോ? കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനാണോ? അങ്ങനെ വിചാരിച്ച കുറെ ആളുകൾ ഇന്ന് എന്താ പറയാ, ഇവിടെ അങ്ങനെ മാനത്തേക്ക് നോക്കിയിരുന്ന ഒരുപാട് ആളുകളുണ്ട്. കമ്പനിക്ക് ഇപ്പൊ അങ്ങനെ ലാഭം ഉണ്ടാക്കണ്ട, അവര് കുറെ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ നൂഡിൽസ് ഒന്നും സെയിൽ ആവാത്തപ്പോ അതിന്റെ സെയില് കൂട്ടാൻ വേണ്ടി കമ്പനി ഇട്ട ഒരു ഓഫറാണിത്. അങ്ങനെ ഇപ്പൊ നൂഡിൽസ് വാങ്ങി തിന്നിട്ട് പോകണ്ടെന്ന്. എന്നാൽ പോയി വന്ന ആളോട് ചോദിച്ചാൽ അറിയും, ലോൺ എടുത്തിട്ടായാലും ഇനി RCMന്റെ ഒരു ഓഫറും ചെയ്യാതിരിക്കൂല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായിരുന്നു അവിടുത്തെ അനുഭവം. നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരും ചോദിക്കില്ല. നമ്മളെ പിഴിഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ RCMൽ വരുമ്പോ നമ്മളെടുത്ത് പറയുന്നു, എന്താ പറയുന്നത്, മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്സ്. നമ്മുടെ സ്വപ്നങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് വിചാരിക്കും സ്വപ്നങ്ങളോ എഴുതി വെക്കുന്ന പല ആളുകളും വിചാരിക്കും വെറുതെ ആ ലീഡർ പറഞ്ഞല്ലേ സ്വപ്നങ്ങൾ എന്തായാലും 2 വാക്കെങ്കിലും എഴുതി വെക്കാം. അതിൽ എഴുതി വെക്കുന്നതിൽ ഏറ്റവും ചെറിയ സ്വപ്നം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ എഴുതി വെക്കുന്ന, നിങ്ങൾ കാണുന്നതിനപ്പുറത്തുള്ള ഏതൊരു സ്വപ്നവും സഫലമാക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് RCM. അതിന്റെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കും. ആ കിട്ടുമ്പോഴാണ് എന്റെ സ്വപ്നം ചെറുതായി പോയോ എന്ന് തോന്നുന്നത്. ബിൽവാര പോയി വന്നപ്പോ എനിക്കും തോന്നിയത് അതാണ്. എന്റെ സ്വപ്നങ്ങൾ വളരെ ചെറുതായിരുന്നു. ഈ പ്രസ്ഥാനത്തിലൂടെ ഇതൊന്നും അല്ല എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് അവിടെ പോയി കിട്ടിയത്. അപ്പോ നമുക്ക് ഓഫർ ചെയ്തു, ബിൽവാരയ്ക്ക് പോകാൻ എല്ലാവരും റെഡിയായി. ഉദയ്പൂർ ട്രിപ്പ് വന്നു. നമുക്ക് കോവിഡ് വന്നപ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടായി. കോവിഡ് വന്നപ്പോ പോകാൻ പറ്റൂല എന്നുള്ളൊരു തോന്നലുണ്ടായി. എന്നാൽ എല്ലാവരും ടിക്കറ്റ് റിസർവ് ചെയ്തത് ക്യാൻസൽ ചെയ്യാതെ കാത്തിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു അവസരം കിട്ടി. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ താല്പര്യമുള്ള ആളുകൾ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തു. ഞാൻ പറഞ്ഞില്ല എന്റെ കൂടെ വന്ന ആളുകൾ എടുത്തൊന്നും. ചിലപ്പോഴേ പോകാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ഒരിക്കലും ഒരു ഫ്ലൈറ്റിൽ കയറുക എന്നുള്ള സ്വപ്നമായിട്ട് കണ്ടിരിക്കുന്ന ആളുകൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അവസാന നിമിഷം ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഒരു 6th സെൻസിൽ തോന്നിയിരുന്നു. ക്യാൻസൽ ചെയ്തില്ല, ഇൻഫർമേഷൻ കൊടുത്തില്ല. നമ്മൾ കോഴിക്കോട് നിന്ന് വലിയൊരു കൂട്ടായ്മ തന്നെയായിരുന്നു. നമ്മളെ ഷിജു സാറിന്റെ, ഷാജു സാറിന്റെ ടീം, വിനോദ് സാറിന്റെ ടീം, എല്ലാവരും കൂടെ നമ്മൾ 8 ദിവസത്തേക്കുള്ള ഒരു യാത്ര. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? ഇപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഞങ്ങള് കോഴിക്കോട് വന്നു. കോഴിക്കോട് RCM ബസാറിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി RCM
അവിടെ നിന്ന് ഒരു വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ എത്തി നോക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയാലും RCM തന്നെ. എവിടേക്ക് JRCM. റെയിൽവേ സ്റ്റേഷനിൽ അന്ന് മറ്റൊരു ശബ്ദമില്ലായിരുന്നു, JRCM മാത്രം. ട്രെയിനിൽ കയറി അവിടെ 2, 3 ബോഗി 4 ബോഗി ഫുൾ RCM. പിന്നെ പറയാനുണ്ടോ, ക്ലാസ്സിൽ 2 ദിവസം ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോവാൻ എനിക്ക് 20 മിനിറ്റാണ് അനുവദിച്ചത്. ഞാൻ ബിൽവാര പോയി വന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 4 മണിയൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. എവിടെയും JRCM, ഗുഡ് RCM. പിന്നെ എന്താണ്, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ ഒരു കൂട്ടുകുടുംബത്തിൽ എങ്ങനെയാണോ കഴിയുന്നത് 2 ദിവസം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിലൂടെ ഞാനൊക്കെ അങ്ങനെ ഓടുക തന്നെയായിരുന്നു. ഓരോ ആളുകളെ കണ്ണൂർ മുതൽ അങ്ങോട്ട് എല്ലാ ലീഡേഴ്സും നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തു. ട്രെയിനിൽ വെച്ച് ക്ലാസ്സുകൾ, നമ്മളെ വിനോദ് സാറിനൊന്നും ഒരു ഒഴിവുണ്ടായിരുന്നില്ല. നമ്മളെ ഹേമന്ത് സാർ രാത്രി 2 മണിക്കും 3 മണിക്കോ ട്രെയിനിന് പ്രോഗ്രാമാണ്. ഹേമന്ത് സാർ ഇവിടെ എത്തിയത് അവിടെ ഉണ്ട്. വെൽക്കം സാർ. ഉറങ്ങാതെ ക്ലാസ് എടുക്കുകയാണ്. നമ്മളെ ലീഡേഴ്സ് നമ്മളെ കൂടെ. അവിടെ പിൻ പൊസിഷനില്ല, ഒന്നുമില്ല. ഇന്ന് വന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും അതിനോട് ചേർന്ന് നിന്ന് നമ്മളൊരു യാത്ര, നമ്മളെ സ്വീകരിക്കാൻ ഉദയ്പൂർ നമ്മളെ ഗർജിക്കുന്ന സിംഹം എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഹേമന്ത് സർ. ഉദയ്പൂർ നമ്മളെ അത്രയ്ക്ക് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. 8000 ബിസിനസ് വോളിയം ചെയ്തിട്ട് 13,000 രൂപയ്ക്ക് 20% നമുക്ക് MRP DP ഡിഫറൻസ് കിട്ടിയില്ലേ? ആർക്കെങ്കിലും കിട്ടാതിരുന്നോ? എല്ലാവർക്കും കിട്ടി. 8000 ബിസിനസ് വോളിയത്തിന് നമ്മളെ സ്ലാബ് അനുസരിച്ച് കമ്മീഷൻ കിട്ടിയില്ലേ? അതും കിട്ടി. പിന്നെ നമ്മൾ അവിടേക്ക് പോയ ആളുകൾ വിചാരിച്ച വല്ല ഡോർമെട്രിയിലായിരിക്കും താമസിക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. സ്റ്റാർ ഹോട്ടലിൽ 2 ദിവസം. കൈയടിക്കുന്നില്ലേ? 8000 ബിസിനസ് വോളിയത്തിന് ന്യൂട്രിചാർജ് നമ്മൾ അല്ല ഗുഡ് ഡോട്ട് പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങിച്ചത്. MRP DP ഡിഫറൻസ് കിട്ടി, വോളിയം കമ്മീഷൻ കിട്ടി. അവിടെ 2 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോ സ്റ്റാർ ഹോട്ടലിൽ 2 ദിവസത്തെ താമസം. പക്ഷെ സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് എന്തായിരിക്കും? വയറിന് പറ്റിയ രീതിയിൽ ഗുഡ് എന്താ പറയാ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടം പോലെ കഴിച്ചുകൊണ്ട് നല്ല ഭക്ഷണം. പോയിരിക്കുന്ന മാഡം കണ്ട് അവിടെ ചിരിക്കുന്നത്. ഒന്നിച്ച് 2-3 പേരായിരുന്നു ഒരു റൂമിൽ. ഒരു വീട്ടിൽ ഒരു അമ്മ പെറ്റ കുട്ടികളെ പോലെ എവിടെയൊക്കെയോ ഉള്ള കുറച്ച് ആളുകൾ 3 പേര് ഒന്നിച്ച് കിടന്ന് കഥ പറഞ്ഞ് ചിരിച്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ ചെലവഴിച്ച നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു ആ ഒരു അവസരം. നല്ല ഗുഡോട്ടിന്റെ നല്ല ട്രെയിനിങ് പ്രോഗ്രാം. പിറ്റേ ദിവസം നമുക്ക് വേണ്ടി 5 ബസ് വന്നു. ചില ആളുകൾ പറഞ്ഞു ഈ ബസ്സിന് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്നോ, എന്നെ പ്രതീക്ഷിക്കുന്നു ഈ ബസ്സിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായത്. എന്നാൽ 5 ബസ്സിൽ ഞങ്ങളെ കയറ്റിയിട്ട് ഉദയപുരം കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോയത്. ഉദയ്പൂർ പാലസ് കണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? എന്താ ഉദയപുരം കൊട്ടാരം കണ്ടു, റാണാ പ്രതാപ് സിംഗ് സ്മാരകം കണ്ടു, ലേക്ക് കണ്ടു, ബോട്ട് സർവീസിൽ കയറി. എന്താ പറയാ, ഒന്നും പറയാനില്ല. എത്രമാത്രം എൻജോയ് ചെയ്ത ദിവസങ്ങളായിരുന്നു. വലിയൊരു സെലിബ്രേഷൻ. നാട് ഓർമ്മയില്ല, വീട് ഓർമ്മയില്ല. ഓൺലി എവിടെ പോയി കഴിഞ്ഞാലും JRCM. പിന്നെ അത് അവിടെ നിൽക്കട്ടെ, സമയം കുറവാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബിൽവാരയ്ക്കാണ് പോകാനുള്ളത്. നമ്മൾ ഓരോരുത്തരും ബസ്സിനും ട്രെയിനും ക്യാൻസൽ ചെയ്തത് വളരെ നേരത്തെ. കാരണം നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് നേരത്തെ നമ്മളെ സ്വപ്നഭൂമിയിൽ എത്തിപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ ഞങ്ങൾ ബസ്സിനാണ് ബിൽവാരയിലേക്ക് പോയത്. ഉദയ്പൂരിന് 2.5 മണിക്കൂർ യാത്ര. കുറച്ച് ദൂരെ വെച്ച് ബിൽവാര, RCM വേൾഡ് ബിൽവാര എന്ന് കണ്ടപ്പോ എന്താ പറഞ്ഞത്? എല്ലാരും കൂടെ പറഞ്ഞോളൂ. പറയാനില്ലേ? ഓരോ ബസ്സൊന്നും ശരിക്കും ആരും പറഞ്ഞില്ല. സാറൊക്കെ ബസ്സിലുണ്ടായിരുന്നു, മോദി സാർ ബസ്സിലുണ്ടായിരുന്നു. വലിയൊരു അവസരമാണ് കേട്ടോ. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മള് റൂബി, സ്റ്റാർ റൂബി, സഫയർ ഇവരൊക്കെ കൂടെയുള്ള നല്ലൊരു യാത്ര. ആ ഒരു എനർജി തന്നെയാണ്, ഭയങ്കര എനർജി തന്നെയായിരുന്നു.
ആ ഒരു ബോർഡ് കണ്ടപ്പോ ബസ്സിലുള്ള എല്ലാവരും കൂടെ ഒരാൾ പോലും പറയാനില്ലാതെ ജയാസ്യം വിളിച്ചുകൊണ്ട്, നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോണം കണ്ടില്ലേ, അതേപോലെ ജയാസ്യം വിളി തുടങ്ങി. ഓരോ ബസ്സുകളായി. ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തിയപ്പോ ഞാനൊന്ന് തൊഴുതു. കാരണം എന്റെ 13 വർഷത്തെ തപസ്സിനൊടുവിലാണ് ആ ഭൂമിയിൽ കാലുകുത്തിയത്. ഇവിടെ ബിൽവാരയിൽ പോകാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടാ? എന്നാൽ അടുത്ത പ്രാവശ്യത്തേക്ക് എന്താ ചെയ്യുന്നത്? ഇവിടെ ബ്രാഹ്മൺ സാർ വന്നിട്ടുണ്ട്, നമ്മള് 3Dയുടെ രാജാവ്. ഡയമണ്ട് ക്ലബ് ഇല്ലാതെ ഒരാള് നമ്മളെ ഗ്രൂപ്പിൽ വേണ്ട. നമ്മള് RCMൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്നും ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു പുണ്യഭൂമി നമ്മൾ സന്ദർശിക്കണം. അതാണ് ഒരു ഫാക്ടറി അല്ല, അതൊരു ആശ്രമമാണോ എന്ന് വെച്ചാൽ അതും നമുക്ക് തോന്നൂല. അതൊരു പൂന്തോട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതൊരു ഫാക്ടറി ആണോ? അതും അല്ല. അതൊരു ഹെഡ് ഓഫീസ് ആണോ? അതും അല്ല. പിന്നെ എന്താ? നല്ല സ്മെല്ല് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്താണ് സ്മെല്ല് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നല്ല സ്വാദുള്ള ഭക്ഷണം കഴിച്ചു, എന്താണ് അതിന്റെ സ്വാദ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഓരോരുത്തർക്കും ഓരോ രുചിയായിരിക്കും, ഓരോരുത്തർക്കും ഓരോ മണമായിരിക്കും. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിൽവാര എന്റെ മനസ്സിൽ. ഒരാളോട് ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് നമുക്ക് കാണിക്കാൻ പറ്റൂല. ആ ഒരു പൂന്തോട്ടം തന്നെയാണ് നമ്മുടെ മനസ്സിലെ പൂങ്കാവനം തന്നെയാണ്. അവിടെ എത്തി എല്ലാവർക്കും ഒന്നിച്ച് 50 ആൾക്ക് ഡോർമെറ്ററി, ലീഡേഴ്സിന് റൂം, എവിടേക്ക് നോക്കിയാലും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ശരിക്കും സുജിത് സാർ എന്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമുണ്ട്, വട്ടായോ എന്ന്. കാരണം രാത്രി 12 മണിയായിട്ടും ഞാൻ കിടന്ന് ഉറങ്ങിയില്ല. രാവിലെ സാർ 5 മണിക്ക് എഴുന്നേറ്റ് വന്നപ്പോ ഞാൻ 5 മണിയുടെ മുമ്പേ ഇറങ്ങിയിട്ട് ഒന്നുമില്ല. നമുക്ക് എവിടെ ഇറങ്ങി നടക്കാം? നല്ല പൂന്തോട്ടം, നല്ല ലൈറ്റ്, ഫൗണ്ടൈൻ, എവിടെ ഇങ്ങനെ നടക്കാം. നടന്നാ മതിയാവില്ല, കാലൊന്നും കുഴയൂല. സാറിനോട് ചോദിച്ചു, ശരിക്കും വട്ടായോ? 5 മണി മുതൽ ഇവിടെ കാണുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ ദിവസം കിടന്നുറങ്ങല്ലേ സാറേ? 13 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുന്ന സ്ഥലത്താണ് എത്തിയത്. ഇനി തീർച്ചയായിട്ടും ഇനി ഓരോ യാത്രയിലും ഞാൻ ബിൽവാരയ്ക്ക് പോകും. അത് എന്ത് പ്രതിസന്ധി ആയാലും കാണാതെ പോകാതിരിക്കാൻ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടെ നിന്ന് ഈ സംസാരിക്കാനുള്ള എനർജിയും ഈ ഒരു പില്ലറിലും എനിക്ക് നേടി തന്നത് കോഴിക്കോട് RCM ബസാർ എന്ന എന്റെ ഷോപ്പാണ്. ആ ഒരു ഷോപ്പിൽ നിന്നത് കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാതിരുന്നത്. സാറ് പോകുന്ന സമയത്ത് ആ ഷോപ്പ് നമ്മളെ ജീവനാടിയാണ്. ആ ഷോപ്പിൽ ഞാനാണ് ഉണ്ടാവുക. ഈ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് മറ്റാരെ ഏൽപ്പിച്ചില്ല, എന്റെ മോള് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, സുജിത് സാറിന്റെ മോൾ. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഇവിടെ ഇരിക്കാൻ കാരണക്കാരാവേ ഈ RCM കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും ഡെവലപ്പ് ചെയ്ത് പോവുകയെങ്കിലും അതിനൊക്കെ കാരണമായ ഒരു ഷോപ്പാണല്ലോ കോഴിക്കോട് RCM ബസാർ അല്ലേ? ഒരു ഷോപ്പ് ഇല്ലാതിരുന്നെങ്കിൽ, സുജിത് സാർ ആ ഒരു ഷോപ്പ് ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ചെയ്യായിരുന്നോ? ഇന്ന് പല ആളുകളും RCMൽ വരുന്ന സമയത്ത് പറയും, എന്റെ വീട്ടിനടുത്ത് ഷോപ്പില്ല, അതല്ലെങ്കിൽ ഞാൻ പോകുന്ന ഷോപ്പിന് മുഴുവൻ സാധനങ്ങളിലും ഇല്ല. എന്നാൽ ഒരു പ്രോഡക്റ്റ് പോലും ഇല്ലാതിരുന്ന കാലത്ത്, RCMൽ ഒരു അച്ചീവ്മെന്റ് കാണാനില്ലാത്ത സമയത്ത് ബിൽവാരയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഒരു ഷോപ്പ് ആദ്യമായി കേരളത്തിൽ പ്രവർത്തിച്ച് അതിനോടനുബന്ധിച്ച പ്രവർത്തനമാണ് ഇന്നത്തെ സൗത്ത് ഇന്ത്യയിലെ ഈ വളർച്ച. അങ്ങനെ RCM ബസാറിൽ വണ്ടർ വേൾഡ് തന്നെയാണ് അത്. ആ ഒരു മഹാനായ വ്യക്തിയെ പിറ്റേ ദിവസം നമ്മൾ കാണണ്ടേ? TCGനെ കാണണ്ടേ? ഇവിടെ TCGനെ കാണാത്ത എത്ര പേരുണ്ട്? ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹമല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മളൊക്കെ ജീവിതത്തെ ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നിന്ന് ഈ ഒരു സംസാരിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ മുഖത്ത് പോലും നോക്കാൻ പ്രാപ്തിയില്ലായിരുന്ന എന്നെ ഈ രീതിയിലേക്ക് ഇന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം തന്നെയാണ്. രാവിലെ നമ്മുടെ TCG എന്ന ഒരു അദ്ദേഹത്തിനോട് നമുക്ക് പറഞ്ഞാല് എനിക്ക് തോന്നുന്ന ഒരു അവതാരം, നമ്മളെ ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റാൻ വേണ്ടി ദൈവം അവതരിച്ചതാണ് TCGയുടെ രൂപത്തിൽ. ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനോ ഇത്രയേറെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. അവിടെ ക്വാളിഫിക്കേഷൻ വേണം. ഇവിടെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ? നമുക്ക് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. നമുക്ക് ഇപ്പോ റഫീഖ് സാർ പറഞ്ഞതുപോലെ എനിക്ക് നേടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും RCMലൂടെ എന്തും നേടിയെടുക്കാൻ പറ്റും. ആ ഒരു വലിയ മഹാനായ വ്യക്തിയെ കണ്ടപ്പോ അദ്ദേഹത്തിന് എല്ലാവരും നമ്മൾ ഓരോരുത്തരെയും മനസ്സിലുണ്ടല്ലേ?
ബിൽവാരയിൽ പോയപ്പോ എനിക്ക് തോന്നിയ അതാണ്, ആദ്യമായിട്ട് പോവുകയാണെങ്കിലും ഒരുപടി പ്രാവശ്യം കണ്ട ഒരു പ്രതീതിയാണ് എല്ലാവർക്കും തോന്നി. കാരണം നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ എന്നും ബിൽവാരയിൽ പോയി വരുന്ന ആ ഒരു സന്നിധിയിൽ ദിവസവും പോയി തൊഴുതു വരുന്ന ഒരു വ്യക്തികൾ, ഓരോ വ്യക്തികളും തന്നെയാണുള്ളത്. അതേ ഞങ്ങളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നന്മ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രം മതി RCM ചെയ്യാൻ, മറ്റൊന്നും വേണ്ട. നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ RCM-ൽ വിജയിക്കാം. ഒരു ചോദ്യം അദ്ദേഹം നമ്മളടുത്ത് ചോദിച്ചു, ഇത് നിങ്ങളെ കമ്പനിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ സെയിൽ ചെയ്യാറ്? കുറച്ച് അധികം ആളുകളും പറഞ്ഞു അല്ല. പിന്നെ ഇത് ആരുടെ കമ്പനിയാ? ഏത് കമ്പനിയിലാണ് നമ്മൾ സ്വന്തമായിട്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഏവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ വലിയൊരു അവസരം ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വായ തുറന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. നമുക്ക് 1 രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാൻ മടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവരെന്ത് വിചാരിക്കും, എന്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെയല്ലേ. അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒന്ന് പറയാൻ തയ്യാറായാൽ, കുറച്ച് ആളുകളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ തയ്യാറായാൽ നമുക്കൊക്കെയും മാറാം. ഇപ്പൊ TCGയുടെ ഒരു നീണ്ട പ്രസംഗം എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മളടുത്ത് ഗൃഹനാഥൻ പറഞ്ഞു തന്നിരുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, കോടിക്കണക്കിന് ഇന്ന് നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു വെയിറ്റ്, അതേപോലെ ഒരു കളക്ടർ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനും അദ്ദേഹത്തിന്റെ ഒരു ഗാംഭീര്യമൊക്കെ. എന്നാൽ ഒരു സാധാരണക്കാരനായി വന്നിരുന്ന് ഈ കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ഓരോ ജനങ്ങളെ രക്ഷപ്പെടുന്ന ആ മനുഷ്യൻ എത്രമാത്രം സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിൽ സഹോദര്യവും നന്മയും വളർത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നിങ്ങൾ RCM ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിൽവാരയിരിക്കാം. TCGനെ കണ്ടോ? ഇനി എവിടെ പോകണോ സാർ? സമയം എന്താ? പോവണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. ആ ബിൽവാര നമ്മുടെ പുണ്യഭൂമിയിൽ എല്ലാവരും ഒരിക്കലെങ്കിലും പോകണം. കാരണം നമ്മൾ ഓരോരുത്തരെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ആ ഒരു പുണ്യഭൂമിയിൽ എല്ലാവരും തീർച്ചയായും എത്തണം. അവിടെ നിന്ന് എനിക്ക് എന്റെ അനുഭവം കൊണ്ട് പറയാണ്, ബിൽവാരയിൽ നിന്ന് ഞങ്ങള് ആഗ്രഹ സ്വപ്നങ്ങൾ എഴുതി വെച്ച കൂട്ടത്തിൽ എന്റെ കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു താജ്മഹൽ സന്ദർശിക്കുക. അങ്ങനെ താജ്മഹൽ സന്ദർശിച്ചു. എന്റെ കൂടെ വന്ന് സ്മിത മിസ് എന്നോട് ചോദിച്ചു, സ്കൂളിലാണോ പഠിക്കുന്നത്? താജ്മഹലിൽ എത്തിയപ്പോ ഞാനൊന്ന് ഓടി അതിലൂടെയൊക്കെ, സ്കൂൾ കുട്ടി ഓടുന്ന പോലെ. കാരണം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ അതൊക്കെ അങ്ങനെ കെട്ടി പൂട്ടി വെച്ചിട്ട് അങ്ങനെ മുറുക്കി വെച്ചിരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഒരിക്കലും ജീവിതത്തിൽ കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് കിട്ടുന്നത്. അന്ന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ, വലിയ യാത്ര 8 ദിവസത്തെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം എന്താണ്? RCM-ആണ്. ബിൽവാര ആഗ്ര കണ്ടു, മധുരാപുരി കണ്ടു, അത് കഴിഞ്ഞ് ഡൽഹിയൊക്കെ നമ്മള് മനസ്സിൽ മാത്രമുള്ളതായിരുന്നു. അതേപോലെ ഒരു ഫ്ലൈറ്റ് യാത്ര. ജീവിതത്തിൽ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ഇത്രയൊക്കെ നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2500 രൂപ സാലറിക്ക് ഒരു ബില്ലിംഗ് സ്റ്റാഫായി വന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പേ ഈ പ്രോഗ്രാമിലുള്ള വ്യക്തികൾ ഇന്നും ഇതിൽ ഇരിക്കുന്നുണ്ടാവും. എന്റെ സീറ്റ് ഈ ഡോറിന് പുറത്തായിരുന്നു. ടിക്കറ്റ് കൗണ്ടർ, ബ്രോഷർ വിൽപ്പന, എനർജി ഡ്രിങ്ക് സെയില്, ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹാളിലേക്ക് കയറിയിരുന്നാൽ ആ ബാക്ക് സൈഡിൽ നമ്മൾ നിസാർബായി ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും അന്നും എനിക്ക് എന്റെ കണ്ണുകൾ ഈ മുൻ സീറ്റിലേക്ക് മാത്രമായിരുന്നു നോക്കിയത്. അതുകൊണ്ട് ബാക്ക് സീറ്റിലുള്ള എല്ലാവരും ഫ്രണ്ട് സീറ്റിലേക്ക് എന്തെങ്കിലും എനിക്ക് അവിടെ പോയിരിക്കണം, എന്തെങ്കിലും ഈ സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മള് അടങ്ങാത്ത ആഗ്രഹം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും പറയാണ്, നമ്മളൊരു നല്ല ഉറച്ചൊരു തീരുമാനം എടുക്കുക. കമ്പനി ഏത് ടാർഗറ്റ് തരുന്നുണ്ടെങ്കിലും അത് സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കുക, ഡയമണ്ട് ക്ലബ് ചെയ്യാം. ഇനി അടുത്ത ടൂർ പോകാൻ എനിക്ക് സമയമായി കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? റിവാർഡ് പോയിന്റ് ആരെങ്കിലും റീചാർജ് ചെയ്ത ആളുണ്ടോ? ഇവിടെ ഉണ്ടോ? ഏറ്റെടുക്കണം. ഓഫർ വരുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോരാ, നമ്മൾ അത് എഴുതിയെടുക്കണം. പിന്നെ ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് ചോദിക്കുന്ന ആളുകളുണ്ട്, അതെന്താ ഇന്ന് ചെയ്യേണ്ടത്?
മീറ്റിംഗ് കയറില്ല. നമ്മളെ 11 മണിക്ക് മൂർത്തി സാർ ദിവസം ഇരുന്ന് അങ്ങനെ പറഞ്ഞത് തന്നെ പറയാണ്, നമ്മൾ കേൾക്കൂല. ഡൊമസ്റ്റിക് ട്രിപ്പ് ഉണ്ട്, 2 മാസം കൊണ്ട് വരുന്നു. ഈ മാർച്ച് മാസം തായ്ലാൻഡ് ട്രിപ്പ്. ഇനി ഇവിടേക്കൊന്നല്ല, തായ്ലാൻഡ് ട്രിപ്പിന് എന്തിനാണ് ഞാൻ വിത്ത് ഫാമിലി. ഇതെല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നത് ഈ ആർസിഎമാണ്. ആർസിഎമ്മിനോട് ചേർന്ന് നിൽക്കുക, ആർസിഎമ്മിനോടൊപ്പം നിൽക്കുക, ആർസിഎമ്മിനെ നെഞ്ചോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ജീവനും രക്തവും വായുവും ഒക്കെയായി ആർസിഎമ്മിനെ സ്വീകരിച്ചുകൊണ്ട് ആർസിഎമ്മിനോടൊപ്പം നിന്നാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതിനും അപ്പുറത്തുള്ള ഒരു ലോകം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും റെഡിയാകാം. ഓക്കെ, ജയ ആർസിഎം, ഗുഡ് ആർസിഎം.